ഏവർക്കും സ്നേഹവന്ദനം. ഈ അടുത്ത സമയത്ത് ക്രൈസ്തവ സമൂഹത്തിന് ഏർപ്പെടേണ്ടി വരുന്ന നിരവധി വെല്ലുവിളികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ശശികല ടീച്ചറും RB ബാബു സാറും അതേപോലെ TG മോഹൻദാസ് സാറ് ABC എന്ന് പറയുന്ന ഒരു ചാനൽ ഇരുന്നുകൊണ്ട് വടയാർ സുനിൽ പോലുള്ള ആളുകള്, അതേപോലെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കന്മാര് ഒക്കെ പറയുന്നതായിട്ടുള്ള ഒരു ആരോപണം പാവപ്പെട്ടവർക്ക് പാൽപ്പൊടി കൊടുത്ത് അവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ചിരിയുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതിനകത്ത് കുറെ വാസ്തവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എളിയവരിൽ ചെയ്തൊക്കെയും എനിക്കാവുന്നു ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ കർത്താവ് തമ്പുരാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എളിയവരെ ശുശ്രൂഷിക്കുവാനും എളിയവരെ ആദരിക്കുവാനുള്ള ഉത്തരവാദിത്വം ക്രൈസ്തവ സമൂഹത്തിനും സഭയ്ക്കുമുണ്ട്. അത് എക്കാലവും ചെയ്യും. അത് ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല. കാരണം ക്രൈസ്തവ സമൂഹത്തിന് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാത്തതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സവിശേഷത. മാത്രവുമല്ല, ഏറ്റവും സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ ദൗത്യം ദൈവികമായ ദൗത്യമായിട്ട് കാണുന്നവരും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ വാദങ്ങൾക്കൊന്നും കഴമ്പില്ലെങ്കിലും ചില വസ്തുതകൾ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു സംഭവം പറയാൻ പോകുന്നത്. ശശികല ടീച്ചറും TG മോഹൻ സാറും ഒക്കെ കേൾക്കണം. രാമവർമ്മ എന്ന് പറയുന്ന ഒരു രാജകുമാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1814 കൊച്ചിയിലെ വീരകേരളവർമ്മയുടെയും കുഞ്ഞിക്കാവ് തമ്പുരാട്ടിയുടെയും 8 മക്കളിൽ രണ്ടാമത്തെ മകനായിട്ട് തൃപ്പൂണിത്തറ രാജകുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കോൺസ്റ്റന്റൈൻ രാമവർമ്മ എന്നായിരുന്നു. രാജകുടുംബത്തിൽ ജനിച്ചതിനാൽ ബാല്യത്തിൽ തന്നെ രാജവംശത്തിന്റെ ആചാരങ്ങളും ചടങ്ങുകളും പഠിച്ചു. ബാല്യത്തിൽ മതപരമായ ആചാരങ്ങളിൽ പങ്കെടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ആത്മീയ തെരച്ചിൽ നിലനിന്നിരുന്നു. കുടുംബം അദ്ദേഹത്തെ രാജകീയ വിദ്യാഭ്യാസത്തിലേക്കാണ് ഒരുക്കിയത്. സംസ്കൃതവും മലയാളവും അദ്ദേഹം പഠിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും ആദ്യകാല ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതെന്നായിരിക്കും. രാമവർമ്മ കൊച്ചിൻ റോയൽ ഫാമിലിയിലെ രാജകുമാരൻ തന്റെ ബാല്യകാലത്ത് തന്നെ പരമ്പരാഗതവും ആധുനികവുമായ വിദ്യാഭ്യാസം ഏറ്റുവാങ്ങിയിരുന്നതായിട്ട് രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പഠിച്ച പ്രധാന വിഷയങ്ങൾ ശാസ്ത്രങ്ങൾ, വേദശാസ്ത്ര പഠനം, വേദങ്ങൾ, പ്രത്യേകിച്ച് ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവയിലെ സൂക്തങ്ങളും മന്ത്രങ്ങളും ഉപനിഷത്തുക്കളായിട്ടുള്ള ബ്രഹ്മവിദ്യയും ആത്മവിദ്യയും ഉൾപ്പെടുന്ന ഉപദേശങ്ങൾ, സ്മൃതികളിൽ ധർമ്മശാസ്ത്രങ്ങളും ജീവിതാചാര്യങ്ങൾ, അതേപോലെ കർമ്മങ്ങൾ, ആചാരാനുഷ്ഠങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ഹൃദയസ്ഥമാക്കി. കൂടാതെ ജ്യോതിശാസ്ത്രം, ഗ്രഹ നക്ഷത്രങ്ങളുടെ ഗണിതശാസ്ത്രപരവും ദാർശനികവുമായിട്ടുള്ള പഠനം അദ്ദേഹം നടത്തുകയുണ്ടായി. ആയുർവേദം, ചികിത്സാ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനങ്ങളായിട്ടുള്ള എല്ലാ ആയുർവേദ തത്വങ്ങളും പഠിക്കാനിടയായി. തുടർന്ന് അദ്ദേഹത്തിന് ആധുനിക വിദ്യാഭ്യാസം ലഭിക്കാനിടയായി. ഗണിതശാസ്ത്രം, അക്കങ്ങളും ജ്യാമിതിയും, ഭാഷകളായിട്ടുള്ള സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ യുക്തിവാദ ശാസ്ത്രം, ലോജിക്കായിട്ടുള്ള നിരൂപണങ്ങളൊക്കെ അദ്ദേഹം പഠിച്ചു. തർക്കശാസ്ത്രമൊക്കെ അദ്ദേഹം പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതേപോലെ ചരിത്രം, ഇന്ത്യൻ ചരിത്രവും ലോകചരിത്രവും അദ്ദേഹം പഠിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉത്കടമായ ദാഹം, തൻ്റെ ജീവിതത്തിൽ എവിടെ ഒരു വാക്യം, ഒരു ശൂന്യത അനുഭവപ്പെടുന്നതായിട്ട് ഈ രാമവർമ്മയ്ക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ പട്ടക്കാരുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായി. അപ്പോൾ അവരിൽ നിന്ന് അദ്ദേഹം ഗ്രീക്ക്, ഹീബ്രു സാഹിത്യം, അതേപോലെ ക്രിസ്തീയ ദാർശനിക ശാസ്ത്രം എന്നിവയിൽ കൂടെയൊക്കെ വളരെ നൈപുണ്യം നേർന്നു. അതിനുശേഷം അദ്ദേഹം വേദാധ്യയനവും ശാസ്ത്ര പഠനവും കൂടാതെ പാശ്ചാത്യ ക്രിസ്തീയ ജ്ഞാന പരമ്പരയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദന്ത രീതിയിലിരുന്ന പഠനങ്ങൾ നടത്തുകയുണ്ടായി. ഇപ്പൊ രാജകീയ പശ്ചാത്തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കെ ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. കോട്ടയത്തും തലശ്ശേരിയിലും പ്രവർത്തിച്ചിരുന്ന CMS അഥവാ ചർച്ച് മിഷണറി സൊസൈറ്റിയുടെയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് അടുത്ത ബന്ധം സ്ഥാപിക്കപ്പെടുവാനിടയായി. 19-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ അന്വേഷണം ആരംഭിച്ചു. ദൈവമുണ്ടോ? ആരാണ് സത്യദൈവം? ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയും? ഈ ദൈവമായിട്ടുള്ള ബന്ധം നമുക്ക് എങ്ങനെ സ്ഥായിയാക്കാൻ കഴിയും? ഈ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ കണ്ടുമാനം അലട്ടുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സംവാദങ്ങളും അതുപോലെ തന്നെ ഇടപെടലും ഒക്കെ അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീർന്നത്. 1835 ഏപ്രിൽ 5-ാം തീയതി ഞായറാഴ്ച കോട്ടയത്ത് മിഷണറി ആയിരുന്ന റവറന്റ് ശാമുവൽ റിറ്റ്സ് ഡെയിൽ എന്ന് പറയുന്ന
ഒരു വ്യക്തിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനിടയായി. അദ്ദേഹം യേശു ക്രിസ്തുവാണ് യഥാർത്ഥ സത്യദൈവമെന്ന് അറിയുവാനും ആ സത്യദൈവത്തെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുവാനും തൽഫലമായിട്ട് അദ്ദേഹം ബാപ്റ്റിസ്മ സ്വീകരിക്കുവാനായിട്ടും ഇടയായിത്തീർന്നു. ആ ദിവസം കോൺസ്റ്റന്റൈൻ രാമവർമ്മ എന്ന് വിളിക്കപ്പെട്ടിരുന്ന അദ്ദേഹം ജേക്കബ് രാമവർമ്മയായിട്ട് മാറി. യാക്കോബ് രാമവർമ്മ എന്ന് മലയാളത്തിൽ പറയാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്ത ഒരു സുഹൃത്തായിരുന്ന ഒരു ബ്രാഹ്മണ യുവാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അനന്തൻ എന്നാണ്. അനന്തൻ എന്ന് പറയുന്നതായിട്ടുള്ള ബ്രാഹ്മണ സുഹൃത്തും താനും കൂടിയാണ് ബാപ്റ്റിസ്മ സ്വീകരിച്ചത്. ഒരേ ദിവസം തന്നെയാണ് അവർ രണ്ടുപേരും ബാപ്റ്റിസ്മ സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസം കൈക്കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ ഇടയായിത്തീർന്നു. എന്നാൽ അനന്തൻ സുറിയാനി സഭയുമായിട്ടാണ് പിന്നീട് ബന്ധപ്പെട്ട് കോട്ടയത്തെ ആ പ്രദേശങ്ങളിലുള്ള സുറിയാനി സഭകളുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ 2-3 കൊല്ലം കൂടെ ഒക്കെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുകയും അദ്ദേഹത്തിന് ഒരു ആത്മീയ പരിപോഷണങ്ങളൊന്നും കിട്ടാതെ വരികയും വചനം പഠിക്കാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്മാറ്റത്തിൽ പോവുകയും പിന്നീട് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാൽ രാമവർമ്മയാകട്ടെ അദ്ദേഹം ആത്മീയ വളർച്ച കിട്ടുവാൻ തക്കവണ്ണം ക്രിസ്ത്യൻ മിഷണറിമാരോടൊപ്പം ദൈവ വചനം പഠിക്കാനായിട്ട് ആരംഭിച്ചു. കൂടുതലായിട്ട് ആഴത്തിൽ പഠിക്കുകയും അങ്ങനെ അദ്ദേഹം ക്രിസ്തുയേശുവിന്റെ സാക്ഷിയാകണം എന്നുള്ള വലിയൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകുകയും അങ്ങനെ അദ്ദേഹം ആ സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതോടെ കൊച്ചിൻ രാജകുടുംബത്തിൽ നിന്ന് ക്രിസ്തുവിൽ വിശ്വാസം പ്രഖ്യാപിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളായിട്ട് ഇദ്ദേഹം മാറുക മാത്രമല്ല രാജകുടുംബത്തിലെ പലർക്കും ഇത് വലിയൊരു ആഘാതമായി തീരുകയും ചെയ്തു. എന്നാൽ യാക്കോബ് തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം 1844 അദ്ദേഹം ഈ വടക്കൻ കേരളത്തിലേക്ക് അഥവാ ഹെർമൻ ഗുണ്ടത്തൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിലേക്ക് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിമാരുമായിട്ട് ബന്ധപ്പെട്ട് വരികയും 1844 ഫെബ്രുവരി 11 അദ്ദേഹം ചിറക്കൽ പ്രദേശത്തെ ഒരു തമിഴ് ക്രിസ്ത്യൻ യുവതിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബജീവിതം വളരെ ലളിതമായും വിശ്വാസത്തിൽ ആഴപ്പെട്ടതുമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹം മംഗലാപുരത്ത് ദൈവവചനം പഠിക്കാനായിട്ട് പോയി അവിടുത്തെ സെമിനാരിയിൽ ചേർന്ന് ദൈവവചനം പഠിച്ച ആദ്യത്തെ തദ്ദേശീയനായിട്ടുള്ള ക്ഷത്രിയൻ ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം അദ്ദേഹം തിരിച്ച് തലശ്ശേരിയിലേക്ക് മടങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. അവിടെ അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 1856 സെപ്റ്റംബർ 3 കണ്ണൂരിൽ നടന്ന വലിയ ഒരു ചടങ്ങിന്റെ മധ്യത്തിൽ അദ്ദേഹം ആദ്യത്തെ തദ്ദേശീയ പട്ടക്കാരനായി തീർന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ പള്ളിയിലച്ഛനായി തീർന്നു. കേരളത്തിലെ തദ്ദേശീയരിൽ നിന്നുള്ള പ്രോട്ടസ്റ്റന്റ് വിഭാഗത്തിലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ ആദ്യത്തെ പട്ടക്കാരനായി തീർന്ന വ്യക്തിയാണ് യാക്കോബ് രാമവർമ്മ എന്ന് പറയുന്നതായിട്ടുള്ള ആ മഹാനായ മനുഷ്യൻ. അദ്ദേഹം സഭാ ശുശ്രൂഷകനായിട്ട് ഓർഡിനേഷൻ സ്വീകരിച്ചു. ഈ ചടങ്ങില് ചിറക്കൽ രാജാവും അതേപോലെ തന്നെ നമുക്ക് മലയാള ഭാഷയുടെ പോറ്റപ്പൻ എന്നറിയപ്പെടുന്ന വളർത്തച്ഛൻ എന്നറിയപ്പെടുന്ന ഹെർമൻ ഗുണ്ടത്തും ഒക്കെ പങ്കെടുത്തിരുന്നു. ഓർഡിനേഷൻ സർവീസ് നടത്തിയത് റവറന്റ് ഹെബിക്സ് എന്ന് പറയുന്നതായ ഒരു സായിപ്പാണ്. ആ പട്ടക്കാരൻ അദ്ദേഹത്തിന് ഓർഡിനേഷൻ കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് ശേഷം ജേക്കബ് രാമവർമ്മയുടെ അഥവാ യാക്കോബ് രാമവർമ്മയുടെ മാനസാന്തര കഥ അദ്ദേഹം എഴുതിയത്, ഈ രാമവർമ്മ എഴുതിയത് സഭയിൽ അവിടെ കൂടി വന്ന് ജനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. വളരെ ചേതോ വികാരമുളവാക്കുന്ന നമ്മളെയൊക്കെ ആത്മീയമായിട്ട് ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള സാക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്റെ. ഇതോടെ അദ്ദേഹം ഒരു സഭാപ്രഭാഷകനും വിശ്വാസത്തിന്റെ സാക്ഷിയുമായി മാറുവാനിടയായി. 1858 തലശ്ശേരിയിൽ ഹെർമൻ ഗുണ്ടനോടൊപ്പം താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് ബാധിക്കുകയും അങ്ങനെ 44-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് താൻ പ്രിയം വെച്ചവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്തു. രാജകീയ ജീവിതം ഉപേക്ഷിച്ചെങ്കിലും ആത്മീയ ജീവിതത്തിലെ മഹത്വമായ ഒരു സാക്ഷ്യം അദ്ദേഹം മലയാള സഭയ്ക്ക് മാനിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മകഥ മലയാളത്തിലെ ആദ്യ ബയോഗ്രഫി ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യാക്കോബ് രാമവർമ്മ തന്റെ മാനസാന്തര കഥ എഴുതി അദ്ദേഹത്തിന്റെ മരണാനന്തരം 1874 കേരളോപകാരി എന്ന് പറയുന്ന മാസികയിൽ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. തുടർന്ന് തലശ്ശേരി ബാസൽ മിഷൻ പ്രസ്സില് അതൊരു പുസ്തകമായിട്ട് പുറത്തിറക്കുവാനിടയായി. ഇതാണ് മലയാളത്തിലെ ആദ്യകാല ആത്മകഥകളിലൊന്നായി പരിഗണിക്കപ്പെടുന്നത്. രാജകീയ ജീവിതവും ആത്മീയ ജീവിതവും തമ്മിലുള്ള സംഘർഷവും വിശ്വാസത്തിനു വേണ്ടി കുടുംബത്തെയും സ്ഥാനത്തെയും ഒക്കെ ഉപേക്ഷിച്ച് ധൈര്യത്തോടുകൂടെ കർത്താവ് തന്നെ വിളിച്ചുവെന്നും
താൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള വലിയ ഉറപ്പോടുകൂടെ മുന്നോട്ട് പോയ വ്യക്തിയാണ്. അദ്ദേഹം തന്റെ ജീവിതകഥയിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി തുറന്നു പറയുന്നുണ്ട്. അതിനാൽ മലയാളത്തിലെ ആത്മകഥാ രചനയുടെ ആരംഭ സൂചനകൾ അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജേക്കബ് രാമവർമ്മയുടെ ചരിത്ര പ്രാധാന്യം കൂടെ നമ്മൾ ചിന്തിക്കണം. രാജകുടുംബാംഗമായ ഒരാൾ ക്രിസ്തുവിൽ വിശ്വാസം ഏറ്റെടുത്ത് ആത്മകഥാ രചനയിലൂടെ സാക്ഷ്യം നൽകിയ സംഭവം കേരള ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. രാജവംശീയ ആചാരങ്ങളിൽ നിന്ന് ആത്മീയ വിശ്വാസത്തിലേക്കുള്ള വിപ്ലവകരമായ മാറ്റം അദ്ദേഹത്തിൽ സംഭവിച്ചു. കേരളത്തിലെ ക്രിസ്തീയ സഭാചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഇന്നും പ്രഥമ സാക്ഷികളിൽ ഒരാളായിട്ട് ഓർമ്മിക്കപ്പെടുകയാണ്. പ്രിയ സഹോദരങ്ങളെ, 1814 കൊച്ചിൻ രാജകുടുംബത്തിൽ ജനിച്ച കോൺസ്റ്റന്റൈൻ രാമവർമ്മ 1835 യാക്കോബ് രാമവർമ്മയായി ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി പ്രയാണം ചെയ്തു. 1856 സഭാ ശുശ്രൂഷകനായി 1858 രോഗബാധിതനായി 44 വയസ്സിൽ അന്തരിച്ചു. എന്നാൽ 1874 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ മാനസാന്തര കഥ മലയാളത്തിലെ ആത്മകഥാ രചനയുടെ തുടക്കമായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജകീയ ജീവിതം ഉപേക്ഷിച്ചെങ്കിലും വിശ്വാസത്തിന്റെ സാക്ഷിയായി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിലെ സ്ഥാനങ്ങളും മാനങ്ങളും വിടുവാൻ കഴിയുന്നവർക്ക് മാത്രമേ നിത്യജീവിതത്തിലെ മഹത്വം നേടാൻ കഴിയുള്ളൂ എന്ന പരമമായ സത്യമാണ്. അതുകൊണ്ടാണ് യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കണ്ടതായിട്ടുള്ള രാമവർമ്മയുടെ ജീവിതം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചാൽ നമുക്ക് അകലത്തിലിരിക്കുന്നവരെ അരികത്തേക്ക് ചേർക്കുവാനും ആശ്ലേഷിക്കുവാനും അവരെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനും ഇടയായിത്തീരും. അതിന് കർത്താവ് തമ്പുരാൻ ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ശശികല ടീച്ചറെ, അതേപോലെ TG മോഹൻദാസ് സാറെ, നിങ്ങൾ വിടുന്ന ഈ വിടുവായ്ത്തരങ്ങൾക്കൊക്കെ ഈ രാമവർമ്മയുടെ ജീവിതം തന്നെ ഒരു മറുപടിയാണ് എന്നുള്ളതും കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങൾ ആ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ തുടർന്നും ഇതുപോലുള്ള സംഭവങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.